ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. എന്തൊക്കെയുണ്ട് വിശേഷം? അതായത് നമ്മളിപ്പോൾ ഫാമിലി കോച്ചിങ്ങുകൾ അല്ലെങ്കിൽ മറൈറ്റൽ കോച്ചിങ്ങുകളിലൊക്കെ വരുന്നതിൽ ഒരു ശതമാനം കേസസും തൻ്റെ പങ്കാളിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട്, എനിക്ക് വേണ്ടത് കിട്ടുന്നില്ല, അയാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്നുള്ള കംപ്ലൈൻറ്റുമായി അതിൽ വരുന്ന പിന്നെ എന്തിനു പറയുക സ്വരച്ചേർച്ചകളും ആങ്ഷൈറ്റിയും ഡിപ്രഷനും അങ്ങനെയുള്ള സംഭവങ്ങളായിട്ടാണ് ഏറ്റവും കൂടുതൽ കേസ് വരാറ്. അപ്പം ഇതിൻ്റെ ഒരു ടോട്ടൽ ഡെപ്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള എന്താണ് പരിഹാരം എന്ന് വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണിത്. ഇത് അവസാനം വരെ കേൾക്കുമ്പോഴേ മനസ്സിലാവും, കുറച്ച് ഘട്ടം മനസ്സിലാവും. ഞാൻ വിശദമായിട്ട് കഥകൾ പറയാൻ പോവാണ്. കഥ നമ്പർ 1. അതായത് ഒരു പെൺകുട്ടി ഈ അടുത്ത് വളരെ ഡിപ്രഷനിലേക്ക് പോവുകയും, ഡിപ്രഷൻ മാത്രമല്ല ശരിക്കും എന്താണ് പറയുക, നമ്മൾ കിളി പോകാന്നൊക്കെ ഫ്ലിപ്പാകാന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു സൈക്കാട്രിക് ഡോക്ടറുടെ അടുത്ത് പോവുകയും കുറച്ച് കാലം സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ഷോക്ക് അടിക്കുകയും മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് പോയി. അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, അവർ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, അതായത് നല്ല ഒരു ഉപ്പക്കും നല്ല ഉമ്മക്കും ജനിച്ച ഒരു അടിപൊളി തറവാട്ടിൽ നല്ല ഒരു പെൺകുട്ടി. അതാണ് ബാക്ക്ഗ്രൗണ്ട്. നല്ല വിദ്യാസമ്പന്നരായ ഉപ്പയുടെയും ഉമ്മയുടെയും നല്ല തറവാട്ടിൽ ജനിച്ച നല്ലൊരു പെൺകുട്ടി. അവൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജിലെ സീനിയറുമായിട്ട് പ്രണയത്തിലാവുന്നു. പൊതുവെ വീട്ടിൽ നല്ല അച്ചടക്കമുള്ളത് കൊണ്ട് തന്നെ വളരെ പവിത്രമായി കൊണ്ട് നടന്ന ഒരു പ്രണയം, പക്ഷേ മനസ്സുകൊണ്ട് വളരെ അടുപ്പമുള്ളൊരു പ്രണയമായിരുന്നു. അങ്ങനെ ഈ വിഷയം നാട്ടിൽ വലിയ പാട്ടായി. അതായത് സ്പെഷ്യലി കോളേജിൽ നിന്ന് ആരോ ഒന്ന് നാട്ടിൽ ഒറ്റി കൊടുത്ത്, നിങ്ങളെ മകൾക്ക് ഇങ്ങനെ കോളേജിൽ വലിയൊരു അഫെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഏതായാലും ബാപ്പയാണെങ്കിൽ ഭയങ്കര ഒരു സാമൂഹിക മഹലിൻ്റെ ലീഡർ, സാമൂഹ്യ ലീഡർ, സംഘടനാ നേതാവ്, അങ്ങനെയൊക്കെ സമൂഹത്തിൽ കത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ, ഈ വിഷയം വന്ന ഉടനെ പെട്ടെന്ന് ഇവളെ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് പിൻവലിക്കുകയും ചെയ്ത്, ഇനി കല്യാണം കഴിച്ചിട്ട് കോളേജിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഒരുത്തനെ പിടിച്ചാണ് കെട്ടിച്ച്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇവളും ഒരു ഉപ്പയെ എതിർത്തുകൊണ്ട് നോ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നല്ല. ഓക്കെ ആയിക്കോട്ടെ, അപ്പോൾ എനിക്ക് അങ്ങനൊന്നുമില്ല, ഉപ്പ പറയുന്നുണ്ടെങ്കിൽ വേണ്ട, ഞാൻ വേറെ കല്യാണം കഴിച്ചോളാം എന്ന് അവരും പറഞ്ഞ് അവളും കല്യാണം കഴിച്ചു. അവൾക്ക് പോലും അറിയില്ലായിരുന്നു അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. അതിൽ നിന്ന് ഡിസ്കണക്റ്റായി വേറെ കല്യാണത്തിലേക്ക് കടന്നു. അന്ന് മുതൽ ഈ കുട്ടിയുടെ ദുരിതം തുടങ്ങുന്നു. കാരണം ഈ കുട്ടിയുമായിട്ട്, ആദ്യത്തെ മനുഷ്യനുമായിട്ട് ഇവൾക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഒരു ഹോർമോണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ സന്തോഷവും അവളുടെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എല്ലാം ഇവനുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. പെട്ടെന്ന് ഡിസ്കണക്റ്റ് ആയപ്പോഴേക്ക് തന്നെ ഇവളുടെ മൂഡ് ഓഫ് ആവാൻ തുടങ്ങി. വേറെ കല്യാണത്തിലേക്ക് വന്ന് ഇവളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നവും ഇവൻ കാരണമാണ് ഉണ്ടായത് എന്നുള്ള രീതിയിൽ ഈ വിവാഹ ജീവിതം ഒരിക്കലും നല്ല രീതിയിൽ പോയില്ല എന്ന് പറഞ്ഞാൽ അത് വഴക്കായി, അടിയായി, പ്രശ്നങ്ങളായി. അവനിങ്ങനെ ആലോചിക്കും, എന്തിനാ ഇപ്പോൾ ഇവളിനോട് ചൂടാണ്, എന്തിനാ ഇവളിനോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറണം, എന്താ ഇപ്പോൾ പ്രശ്നം, അമ്മായിമ്മയായിട്ട് അടി, പിന്നെ എല്ലാ നാത്തുമാരായിട്ട് അടി, ഭർത്താവായിട്ട് അടി, ഭയങ്കര കച്ചറ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കച്ചറ. അത് ഒരു പോയിന്റ്. പിന്നെ സംഭവിക്കുന്നത്, ഇവളെ ഒരു ദിവസം വേറൊരാളുമായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് പിടിക്കുന്നു. അത് പിന്നീട് ഒരു എക്സ്ട്രാ മറൈറ്റൽ അഫെയർ പിടിക്കുന്നു. അത് കച്ചറയാവുന്നു. അവളെ വീട്ടിൽ കൊണ്ടാക്കുന്നു. വീണ്ടും എന്തായാലും പറയാ, അത് ഒരു നെഗോഷിയേഷനൊക്കെ ചെയ്ത്, ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനൊക്കെ ചെയ്ത് വീണ്ടും തിരിച്ചുകൊണ്ടിരുന്നു. അത് പിന്നെ ഡിസ്കണക്റ്റ് ആയി. പിന്നെ അവളെ വേറെ ആളുമായിട്ട് എന്തായാലും പറയാ സംസാരിക്കുന്നതായിട്ട് പിടിക്കുന്നു. അങ്ങനെ ഇവളുടെ ഒരു 10-15 വർഷത്തെ വൈവാഹിക ജീവിതം എടുത്ത് നോക്കിയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് 7-8 തവണ മറ്റ് എക്സ്ട്രാ മറൈറ്റൽ അഫയേഴ്സ് ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ പെൺകുട്ടിക്ക് തന്നെ മനസ്സിലാവുള്ള എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, നല്ല തറവാട്ടിൽ പറഞ്ഞ ഒരു നല്ല കുട്ടിയാണ്. അങ്ങനെ പിന്നെ ഭർത്താവ് അവസാനം ഒരു രക്ഷയുമില്ലാതെ ഇവളെ ഡൈവേഴ്സ് ചെയ്യുകയാണ്. ആ ഡൈവേഴ്സ് ചെയ്ത് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഇവൾക്ക് തന്നോട് തന്നെ ഒരു ഭയങ്കര ഇഷ്ടക്കുറവ്, ഞാൻ മോശക്കാരിയാണ്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, അതായത് ഒരു സ്റ്റേഷൻ കിട്ടാത്ത പരിപാടി, എന്താണെന്നൊന്നും സംഭവിക്കുന്നതെന്ന് അറിയാത്ത ഒരു സംഭവം. ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താലേ ഇതിൻ്റെ ഒരു എന്തിനു പറയാം, നമുക്ക് ജീവിതത്തിൽ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും ഇത്. പെണ്ണുങ്ങളിൽ മാത്രമല്ല, ആണുങ്ങളിലും എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു സംഭവം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ ഒരു കേസ് സ്റ്റഡി എടുത്തുന്നുള്ളൂ. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരാളുമായിട്ട് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ആദ്യത്തെ പ്രണയമാണല്ലോ ഈ കോളേജിലെ ഈ പ്രണയം, അവരുമായിട്ട് വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നു. അങ്ങനെയാണ് നെക്സ്റ്റ് ആ ഡിസ്കണക്ഷൻ വരുന്നത്. അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരു ശാരീരികമായിട്ടല്ല, മാനസികവും ആത്മാവുമായി ബന്ധപ്പെട്ട ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ ഒരു ഹോർമോണൽ കണക്ഷൻ, ഒരു ഡോപ്പമൈൻ കണക്ഷൻ, ഒരു ഓക്സിറ്റോസിൻ കണക്ഷൻ അവിടെ ഒരു മിസ്സിംഗ് ആണ്. ഇനി ഭർത്താവിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കമ്പാരിസണാണ് നടക്കുക. അതായത് ഓനെപ്പോലെയല്ല ഇവൻ, അപ്പോൾ അവൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇവന് ഇല്ലല്ലോ. അപ്പോൾ ഇവരുമായിട്ട് ഒരിക്കലും ഒരു ഹോർമോണൽ കണക്ഷൻ ബിൽഡ് ആവില്ല. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ ആൾക്ക് വേണ്ട, ആണാവാം പെണ്ണാവാം,
ഈ ആൾക്ക് വേണ്ട ആ ഒരു ലവ്, എഫെക്ഷൻ, കെയർ, ടു ബി ലവ്ഡ്, ടു ബി കെയർഡ്, ടു ബി അങ്ങനെ ഉണ്ടല്ലോ, സ്നേഹിക്കപ്പെടണം, കെയർ ചെയ്യപ്പെടണം എന്നുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, ടു ബി ഹഗ്ഡ്, അങ്ങനെയുള്ള ആ സാധനങ്ങളൊന്നും ഈ കുട്ടിക്ക് ഒരിക്കലും കിട്ടൂല. കാരണം ഇവനുമായിട്ട് ആ ഒരു ഹോർമോണൽ കണക്ഷൻ ബിൽഡ് ആയിട്ടില്ല. മറ്റവനാണെങ്കിൽ പോയും ചെയ്ത് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് വിട്ടും ചെയ്ത് വാപ്പാൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. അതോടുകൂടി ഇവർ കുടുങ്ങാണ്. അപ്പം ഇനി ഇങ്ങനെ അന്വേഷണമാണ്, പഠിച്ചവനെ എൻ്റെ സ്നേഹവും കെയറും കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് സ്നേഹം കെയറും കിട്ടും, ഒരു വാക്വം ആയിരിക്കും. അങ്ങനെ വേറൊരാളായിട്ട് അഫയർ ആയി നോക്കും. അപ്പോൾ തുടക്കത്തിലൊക്കെ നല്ല രസം ഉണ്ടാകും. കാരണം പെട്ടെന്ന് ഹായ് കൂയ് ബെയ്ച്ചോ, ചോറ് തിന്നോ ഉറങ്ങിയോ, ഹായ് കൂയ് ചോറ് തിന്നോ ഉറങ്ങിയോ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ചോറ് തിന്നോ ഉറങ്ങിയോ, അങ്ങനെ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അത് തുടക്കമായതുകൊണ്ട് ചെറിയൊരു ഒരു ഒരു ഡോപ്പമൈൻ്റെ ചെറിയൊരു സർജ് ഇങ്ങനെ കിട്ടുമ്പോൾ അപ്പോൾ തോന്നും, ഞാൻ അന്വേഷിക്കുന്ന ആ പ്രണയം ഇവിടെയാണെന്ന് തോന്നും. അത് കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെന്തായാലും പറയാം, കിട്ടിയ നെല്ലിക്കായും തിന്ന് അയാൾ പോവും, അല്ലെങ്കിൽ കിട്ടിയ നെല്ലിക്കായും തിന്ന് അവൾ പോവും. അതോടുകൂടി ആ ബന്ധം അതൊരിക്കലും നമ്മുടെ സ്വന്തമല്ലല്ലോ. ആ ആള് എപ്പോഴെങ്കിലും ഒരിക്കൽ സംസാരിക്കുകയോ എപ്പോഴെങ്കിലും ഒരിക്കൽ കാണുകയോ ചെയ്യുന്ന ഒരാളായിരിക്കും. അയാൾ നമ്മുടെ കൂടെ എപ്പോഴും നമ്മൾ സ്നേഹിക്കാനും കെയർ ചെയ്യാനും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാളൊപ്പം നമ്മൾ സംസാരിച്ചാൽ നല്ല രസം ഉണ്ടാവും, സംസാരിച്ചില്ലെങ്കിൽ വീണ്ടും ആ വാക്വം, ആ ഒരു എംപ്റ്റിനെസ് വീണ്ടും ഫീൽ ചെയ്യും. എന്നാലോ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, അതായത് ഈ കേസിൽ പറയുകയാണെങ്കിൽ ഭർത്താവിന്, ഞാൻ ഭർത്താവിന് ഉപയോഗിക്കട്ടെ ഈ കേസുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈ പങ്കാളിക്കാണെങ്കിൽ ഇത് ഫില്ല് ചെയ്യാനും പറ്റില്ല, ഈ ഒരു വാക്വം ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അയാൾ പിന്നെ ഈ ഈ ഈ ഈ സ്നേഹത്തിന് വേണ്ടി അലഞ്ഞു തിരിയുന്ന ഈ ഭട്ടത്തി ആത്മാവുണ്ടല്ലോ, ഈ ഭട്ടത്തി ആത്മാവ് വീണ്ടും തൻ്റെ സ്നേഹം അന്വേഷിച്ചു പോകും. അപ്പോൾ വേറൊരാളെ കാണും, ഹായ് കോയി, ഐ ലവ് യു, അങ്ങനെ സംസാരമായി, കെട്ടിപ്പിടുത്തായി, ഉമ്മായി. അപ്പം നല്ല രസം തോന്നിട്ടോ. കാരണം അപ്പോൾ ഒരു ഡോപ്പമൈൻ ഒരു സംഭവം അങ്ങനെ വരും. പക്ഷെ അയാളും നമ്മളതല്ലല്ലോ, അയാൾ വേറെ ആരതോ ആണ്, അല്ലെങ്കിൽ അവൾ വേറെ ആരതോ ആണ്. കുറച്ച് കഴിഞ്ഞാൽ അവളും പോവും. അങ്ങനെ തലച്ചോറിന് ഇവിടെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. എൻ്റെ ആ ഒരു ആക്ച്വൽ ലവ് കണക്ഷൻ ആരാണ്? ആ കോളേജിൽ കണ്ട ഓനാണോ, അല്ല ഇവിടെ കണ്ട ഇവനാണോ, അല്ല അവിടെ കണ്ട അവനാണോ? ഈ കുറേ ആൾക്കാർ തലച്ചോറ് ഫുൾ കൺഫ്യൂസ് ആവും. സത്യത്തിൽ ആരാണ് എൻ്റെ ആ ഒരു സോൾമേറ്റ്? എനിക്ക് സന്തോഷവും എനിക്ക് ഹാപ്പിനെസ്സൊക്കെ തരുന്ന, എൻ്റെ ലവും കെയറൊക്കെ തരുന്ന ആളാരാണ്? ആ അന്വേഷണത്തിലാണ്. ആർക്കും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വീണ്ടും വേറെ ആളെ തപ്പി നോക്കും. ഇത് കണ്ടിന്യൂ. ഒരിക്കൽ എക്സ്ട്രാ മരറ്റിൽ അഫയറിൽ പെട്ടാൽ പിന്നെ ടക്കടന്ന് പോയിക്കൊണ്ടേയിരിക്കും. കാരണം അത് അന്വേഷണമാണ്. അങ്ങനെ അന്വേഷിച്ച് കുറേ ആളുകളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനായി എവിടെയും സമാധാനം കിട്ടാത്ത വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാവായിട്ട് ഇയാൾ ഇങ്ങനെ വരുമ്പോൾ, അപ്പോഴും ഇവിടെ സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ സ്വന്തം ഭാര്യ എപ്പോഴും ഉണ്ട്. പക്ഷെ ആ കണക്ഷൻ ആയിട്ടില്ല. ഇപ്പോഴും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇയാൾക്ക് കഴിയാൻ അവിടെ കമ്പാരിസൺസ് നടക്കും. ചുരുക്കി പറഞ്ഞാൽ ലാസ്റ്റ് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നെ എപ്പോഴും ഒരു മൂഡ് ഓഫ് ആയിരിക്കും. കാരണം ശരീരത്തെ മനസ്സിനെ അല്ലെങ്കിൽ ആത്മാവിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഡോപ്പമൈൻ സോഴ്സ് ആരാണെന്ന് തീരുമാനിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പം ഒരു നൈമിഷിക സുഖം ഉണ്ടാവും. പക്ഷേ അയാൾ പോയി കഴിഞ്ഞാൽ പിന്നെയും വാക്കൻറ്റ്, എംപ്റ്റിനെസ്, ഒരു വാക്വം എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. എനിക്കാരുമില്ല, ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല, എന്നെ കെയർ ചെയ്യാൻ ആരുമില്ല, എനിക്ക് ഹഗ് ചെയ്യാൻ ആരുമില്ല, എനിക്കാരുമില്ല എന്നുള്ളല്ലാത്ത തോന്നൽ വലിയൊരു ഡിപ്രഷൻ ഉണ്ടാക്കും. രണ്ടാമത്തേത്, നമ്മൾ കുറേ തെറ്റുകൾ ചെയ്തല്ലോ, ഞാനൊരു മോശക്കാരനാണ് അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരിയാണ് എന്നുള്ള ഒരു കുറ്റബോധം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതും നമ്മളെ മെല്ലെ മെല്ലെ തളർത്തും. മെല്ലെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മിണ്ടാത്ത ആളായി, ഒതുങ്ങിക്കൂടുന്ന ആളായി ഡിപ്രഷനിലേക്ക് മെല്ലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് യൂഷ്വലി ഇതൊക്കെ സംഭവിക്കാറെന്താണെന്ന് വെച്ചാൽ, കാരണം തെറ്റുകളും ചെയ്യുന്നുണ്ടല്ലോ കൂട്ടത്തിൽ, സംഭവിക്കാറെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു മാനസിക രോഗിയായിട്ട്, അല്ലെങ്കിൽ അത് ഇനീഷ്യലി ഒരു സൈക്കോളജിക് എന്താണ് പറയുക, ഡിസ്റ്റർബൻസസ് വരും, ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ വരും, ഉറക്കക്കുറവ് വരും, അങ്ങനെ ശരീരം മെലിയും, ചിലപ്പോൾ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ വരും, ചിലപ്പോൾ അങ്ങനെ പല അസുഖങ്ങളും വന്നിട്ട് അങ്ങനെ മെല്ലെ ഡിസ്റ്റർബായി വരും. പിന്നീട് അല്ലെങ്കിൽ ചിലപ്പോൾ പൊണ്ണത്തടി വരും, ചിലപ്പോൾ മെലിച്ചിൽ വരും, ചിലപ്പോൾ തൈറോയിഡ് വരും, പല അസുഖങ്ങളായിരിക്കും, കണ്ണ് കൊഴിഞ്ഞു പോകും, കുറേ പ്രശ്നങ്ങൾ വരും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഈ തൻ്റെ സ്വത്തം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഒരു ആത്മാഭിമാനം ഉണ്ടാവുമല്ലോ മനുഷ്യന്, ഞാൻ ശരിയല്ല എന്നുള്ള തോന്നലിലേക്ക് വന്ന് മെല്ലെ ആൾ നശിച്ചു പോകും. അപ്പോഴും ഈ നശിച്ചു പോയി, നമ്മൾ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞ ഒരു ഭ്രാന്താശുപത്രിയിൽ എത്തിയിട്ടും ഇവരുടെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല. അതായത് തൻ്റെ ആ പ്രണയ ആവശ്യത്തെ അല്ലെങ്കിൽ നീഡിനെ, ആ വാക്വത്തെ, ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുന്ന ആളാരാണെന്ന് തീരുമാനിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം കുറേ ആളുകളുണ്ട്, ഫുൾ കൺഫ്യൂഷനാണ്. എല്ലാവരും ചെറിയൊരു ഹോർമോണൽ കണക്ഷൻ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാലോ ഈ ആളുകളൊന്നും നമ്മളുടെ കൂടെ ഫുൾ ടൈം ഇല്ലതാനും. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ഫില്ല് ചെയ്യാനും പറ്റില്ല. നമ്മളാണ് ഫുൾ ടൈം എംപ്റ്റി. അങ്ങനെ ജീവിതകാലം മുഴുവൻ നരകിക്കുന്ന, സ്നേഹത്തിന് വേണ്ടി അലയുന്ന ഒരാളായി മാറും. ഇനി ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ള ചോദ്യം വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. പോയിന്റ് നമ്പർ 1, ഒന്നെങ്കിൽ
നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ആത്മാവിനെ തൊട്ടറിഞ്ഞ പ്രണയങ്ങളാണെങ്കിൽ അത് ഡിറ്റാച്ച് ചെയ്തിട്ട് വേറൊരാളായിട്ട് അറ്റാച്ച് ചെയ്താൽ അത് ശരിയാവാൻ സാധ്യത വളരെ കുറവാണ്. പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാൾക്ക് അങ്ങനെ നമ്മളൊരു ഒരു പെട്ടെന്ന് ചാടി വീണിട്ട് ഒരാൾക്ക് ആത്മാവിനെ കൊടുക്കാൻ പാടില്ല. നമ്മളങ്ങനെ ഉണ്ടല്ലോ, ആത്മാവ് കൊടുക്കാറുള്ള സംഭവം ഉണ്ടല്ലോ, അങ്ങനെ കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ഡിറ്റാച്ച് ആവാൻ ഭയങ്കര പണിയായിരിക്കും. ജീവിതകാലം ടെക്നിക്കലി കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകും. അതായത് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടാവും, വീടുണ്ടാവും, അങ്ങനെയൊക്കെ ആവുമെങ്കിലും നമ്മുടെ ആത്മാവ് എപ്പോഴും ഒരു ലോസ്റ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും. ഒന്ന് അങ്ങനെ കഴിയുമെങ്കിൽ. ഇനിയിപ്പോൾ അതൊന്നും കഴിഞ്ഞില്ല, അന്നത്തെ നമ്മൾ കൊടുത്ത ആ ഒരു പ്രണയം ശരിയായിരുന്നില്ല, പാരൻസ് പറഞ്ഞു നോ എന്ന് പറഞ്ഞ് നമ്മൾ പുതിയൊരു ഭർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഒരൊറ്റ സൊല്യൂഷനാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പം നമുക്ക് കിട്ടിയ ഈ ആളുണ്ടല്ലോ, ഈ ആളെ പഴയ ആളുമായിട്ട് കമ്പയർ ചെയ്താൽ നമ്മൾ എവിടെ എത്തൂല. കാരണം ഇയാളാണ്, അയാളാണ്. അപ്പോൾ ഇയാളായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഇയാളെ നമ്മളെ ജീവിത പങ്കാളിയായിട്ട് കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ്. അതായത് ജീവിതക്കാലം അങ്ങോട്ട് തുടങ്ങുക. അതായത് അൺകണ്ടീഷണലി അയാളായിട്ട് അറ്റാച്ച് ആകാൻ ഒരുപാട് പണി ഉണ്ടാവും. പക്ഷേ അൺകണ്ടീഷണലി അവരെ സ്നേഹിക്കുക, അവരെ കെയർ ചെയ്യുക, അവരെ സെർവ് ചെയ്യുക. അൺകണ്ടീഷണലി ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ നിരന്തരമായിട്ട് അവരെ സെർവ് ചെയ്യുക, കെയർ ചെയ്യുക, ലവ് ചെയ്യുക, റൊമാൻസ് ചെയ്യുക, സെക്സ് ചെയ്യുക, ഒരുമിച്ച് ജീവിക്കുക, ഒരുമിച്ച് ഉണ്ണുക, ഒരുമിച്ച് ഉറങ്ങുക, ഒരുമിച്ച് നടക്കുക, ഒരുമിച്ച് യാത്ര ചെയ്യുക. അങ്ങനെ ഒരുപാട് കാലം, ചിലപ്പോൾ 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷം, 6 വർഷം, 10 വർഷം ഈ ആളുടെ കൂടെ ഇങ്ങനെ ജീവിക്കുമ്പം മെല്ലെ മെല്ലെ നമ്മൾ അയാളുമായിട്ട് അഡിക്റ്റഡ് ആയി പോകും. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വാക്വം ഉണ്ടല്ലോ, നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല്, അത് ഇയാളായി മാറും കുറേ നേരം കഴിഞ്ഞാൽ. അതിന് ആത്മാർത്ഥമായിട്ടുള്ള കഠിന പരിശ്രമം വേണം കേട്ടോ. ആത്മാർത്ഥമായിട്ടുള്ള കഠിന പരിശ്രമം ഉണ്ടെങ്കിൽ ഈ കണക്ഷൻ വരുള്ളൂ. അത് ചിലപ്പം ഫ്യൂ മന്ത് കൊണ്ടുണ്ടാവാം, ഫ്യൂ ഇയേഴ്സ് കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ പതിറ്റാണ്ട് കൊണ്ടില്ലാത്തവരും എനിക്കറിയാം. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളൊരു 6 മന്ത് കോൺഷ്യസ് അടിപൊളി എഫേർട്ട് ഇട്ടാൽ ഉണ്ടാവും. 6 മന്ത് അടിപൊളി എഫേർട്ട് ഇട്ടാൽ ഈ ആളെ, നമ്മുടെ കറൻ്റ്ലി ഇപ്പം ജീവിക്കുന്ന ഈ ജീവിത പങ്കാളിയെ കംപ്ലീറ്റ്ലി നമ്മുടെ ജീവിത പങ്കാളിയായി നമ്മുടെ സന്തോഷത്തിൻ്റെ സോഴ്സായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് അയാൾ അൺകണ്ടീഷണൽ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രണയം വരും. അപ്പം ശ്രദ്ധിക്കേണ്ടത്, പഴയ പ്രണയം ഉണ്ടല്ലോ അതുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യാൻ പാടില്ല. കണക്ട് ചെയ്താൽ ഇവിടെ പ്രണയം ഒരിക്കലും ഉദിക്കൂല. കംപ്ലീറ്റ് എന്താ പറയുക, ഡിസ്കണക്ഷൻ ഈസ് നീഡഡ്. കംപ്ലീറ്റ് ഡിസ്കണക്ഷൻ, അബ്സല്യൂട്ട് ഡിസ്കണക്ഷൻ വേണം. ഒരു രീതിയിലും കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ആവില്ല. എപ്പോഴും നമ്മൾ അങ്ങോട്ടുള്ള ആ ഒരു പഴയ കണക്ഷനിലേക്ക്, ഹോർമോണൽ കണക്ഷനിലേക്ക്, ഡോപ്പമൈൻ കണക്ഷനിലേക്ക്, ഓക്സിറ്റോസിൻ കണക്ഷനിലേക്ക്, ആത്മാവിൻ്റെ കണക്ഷനിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരാളുമായിട്ട് നമ്മൾ ഉറങ്ങുന്നു, ഉണ്ണുന്നു, സംസാരിക്കുന്നു, യാത്ര ചെയ്യുന്നു, തമാശകൾ പറയുന്നു, അങ്ങനെ റെഡിയായി ഇയാൾ നമ്മളെ പ്രണയത്തിൻ്റെ സോഴ്സായി മാറണം. അവിടെയേ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ, ലിതസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞില്ലേ, ശാന്തി, സമാധാനം. നമ്മൾ ലീഗലി വെഡ് റിലേഷൻഷിപ്പിൽ മാത്രമേ സമാധാനമുള്ളൂ. ഫിസിക്കലി നമുക്ക് ഒരുപാട് പങ്കാളികളെ കിട്ടും. പക്ഷേ ആത്മാവിൻ്റെ കണക്ഷനുള്ള, സമാധാനമുള്ള ഒറ്റ സ്ഥലമേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒറ്റ സ്ഥലമേ ലോകത്തുള്ളൂ. അത് ഞാൻ എപ്പോഴും പറയുന്ന സാധനം വീണ്ടും ആവർത്തിക്കുകയാണ്. പെണ്ണിൻ്റെ മടിയിൽ കിടക്കുമ്പോഴും ആണിൻ്റെ നെഞ്ചത്ത് കിടക്കുമ്പോൾ, അതായത് സ്വന്തം ലീഗലി വെഡ് അത് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ, അതല്ലാത്ത പക്ഷം ഏതൊരു എക്സ്ട്രാ മറൈറ്റൽ അഫെയറും അവസാനം പരാജയത്തിലേക്കും ഡിപ്രഷനിലേക്കും ആത്മഹത്യകളിലേക്കും അല്ലെങ്കിൽ ഭ്രാന്താശുപത്രികളിലൊക്കെയാണ് അവസാനിക്കുക. ഒരുപാട് നമ്മളെ മുമ്പിൽ നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ, അതായത് സ്നേഹത്തിന് വേണ്ടി ആരും അലഞ്ഞ് തിരിഞ്ഞ് നടക്കണ്ട. സ്വന്തം മുന്നിലുള്ള, സ്വന്തം വീട്ടിലുള്ള നമ്മുടെ ആ ജീവിത പങ്കാളി, അതാണ് നമ്മുടെ അടിസ്ഥാന ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ സോഴ്സ്. അതിനെ നമ്മുടേതാക്കാനുള്ള കോൺഷ്യസ് എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക. ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ്. ഇട്ടുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം അയാൾ നമ്മുടേതായി മാറും. മറ്റൊരാശയമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.